ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ വരട്ടെ കണ്ടന്റ് വരട്ടെ ലേശം അങ്ങനെ പറയാൻ പറ്റില്ല. അതല്ല കട്ട് ചെയ്തോളാം. അതൊക്കെ ഞാൻ പൊട്ടത്തിലേ പറയാറുള്ളൂ. നമ്മളിന്ന് എന്തിനെ കുറിച്ച് സംസാരിക്കാൻ ചെയ്തു? നിനക്ക് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ പേര് പറയണ്ട ആളുണ്ടോ ഫാമിലിയില്? നമ്മളെ കുടുംബത്തിൽ ആരും അവർക്ക് ഇഷ്ടമല്ല. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഒരാളുണ്ട്, അത് ഞാൻ തന്നെയാ. ഇപ്പൊ തന്നെ നമ്മൾ ചിരിക്കുന്ന സൗണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് പറഞ്ഞു എന്ത് ചിരിക്കരുത്, അന്നതാളം മുട്ടിക്കും. കരയാൻ പറ്റൂല, കരഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരും. ചിരിക്കാൻ പറ്റില്ല, ചിരിച്ചു കഴിഞ്ഞാൽ കരയും. ഒരാൾ ഇവിടെ ഇരിക്കും, ഒരാൾ നേരെ നിൽക്കും. അപ്പൊ ഇയാൾ അയാളുടെ അടുത്തൊരു കാര്യം പറയും. ഇപ്പൊ നിങ്ങൾ പറയേണ്ടത് കക്കൂസിനെ പറ്റിയാണ്. ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബാത്റൂമിലാ. അതുകൊണ്ട് കക്കൂസിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മളൊക്കെ ബാത്റൂമിൽ പോവാറുണ്ട്, കുളിക്കാറുണ്ട്, ടോയ്ലറ്റിൽ പോവാറുണ്ട്. ഇപ്പൊ എന്റെ ഒരു സർക്കിളിന്റെ ഉള്ളില് ഏറ്റവും കൂടുതൽ ബാത്റൂമിന്റെ അകത്ത് ഇരിക്കുന്ന അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ കണക്കാക്കിയത് നിന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ടൈം ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നത്? പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് എന്തും പാട്ടിങ്ങനെ ഉറക്കി പാടാം. പിന്നെ ഇങ്ങനെ വെറുതെ അപ്പൊ അവിടെ ഫോണ് ടാബ് ഒക്കെ കൊണ്ടുപോകുന്നതിന്റെ ഞാൻ പറഞ്ഞേക്ക് നമ്മളിപ്പോ രാത്രി ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്ന് പോവാ വിചാരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പന്നി വന്നു, കാട്ടുപന്നി. അതിങ്ങനെ മുന്നിൽ ഇങ്ങനെ കുത്താൻ വേണ്ടി ഇങ്ങനെ ഇപ്പൊ വരും, ഇപ്പൊ കുത്തും എന്നിങ്ങനെ നിൽക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? തിരിഞ്ഞും മറിഞ്ഞു നോക്കാണ്ട് നമ്മളെ പുറകെ ഓടിയാലോ? പന്നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുത്തിക്കഴിഞ്ഞാൽ ചത്തു. അപ്പൊ നമ്മൾ പന്നീനെ പറഞ്ഞ് മനസ്സിലാക്കുവോ? അല്ല, കൺവിൻസ് ചെയ്യോ? ഞാൻ പതുക്കെ പന്നീന്റെ അടുത്ത് പോയിട്ട് പന്നി കാര്യം പറയാം, നീ എന്ന് പറയുന്നത് ജീവിയാണ്, നീ ഞങ്ങളെ കുത്താൻ ഞങ്ങളും ക്ഷീണിക്കും, നീയും ക്ഷീണിക്കും. അവന്റെ ഓടെയല്ല എന്നിട്ട് നിനക്ക് കുത്തണമെങ്കിൽ കുത്തിക്കോ, നടന്നു കുത്തിക്കോ. ഓടാനുള്ള സമയം അല്ലാണ്ട് പന്നി ഇറങ്ങിയപ്പോഴാ? പന്നി രാത്രി ആരെങ്കിലും പുറത്തടുക്കോ കിടന്ന് ഉറങ്ങേണ്ട സമയത്ത്? സാഹചര്യം വന്നെങ്കിൽ നമ്മള് പുറത്തിറങ്ങണ്ടേ? വണ്ടിയിൽ പോണം. വണ്ടി ഇല്ലാത്ത സാഹചര്യം ആണെങ്കിൽ പോയത് പുറത്ത് പോയേ പറ്റുള്ളൂ. പിന്നെ ചെന്ന് കയറി കൊടുക്കുക. പന്നീന്റെ ഫോട്ടിൽ തന്നെ കയറി കൊടുക്കുക. ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കുറിച്ച് ചോദിക്കാൻ പോവാ. അപ്പൊ നിനക്ക് അയാളെ കുറിച്ച് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അയാളെ കുറിച്ച് നിനക്കുള്ള അഭിപ്രായങ്ങളൊക്കെ നിനക്ക് പറയാം. നിന്റെ ചേച്ചി പാറു ചേച്ചിയെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താ? ഒരു കണ്ടാലൊരു ബുദ്ധിജീവിനെ പോലെ തോന്നിയെങ്കിലും ലോകമടിച്ചാണ്. ബെഡ് കണ്ടാൽ അപ്പൊക്കെ കിടക്കണം. അപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അവളാന്നുള്ള കാര്യം മനസ്സിലാക്കിട്ട് വേണം സംസാരിക്കാൻ. അതെനിക്കറിയാലോ, കൂടിപ്പോയ അവൾ തന്നെ എന്ത് ചെയ്യും? നോക്കുന്നല്ലേ ശക്തി പഠിക്കും.
അത്യാവശ്യം നല്ലോണം പഠിക്കും. പിന്നെ ചിത്രകല നിന്റെ അത്ര പഠിക്കുവോ അല്ല നിന്നേക്കാ പഠിക്കുവോ? എന്നെക്കാളും പഠിക്കും. അത് ഞാൻ പഠിക്കാത്തോണ്ടല്ല, എനിക്ക് പഠിക്കാൻ കഴിയാത്തോണ്ടാ. അല്ല ഇവള് തൃശ്ശൂരൊക്കെ അല്ലേ പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പൊ മിസ് ചെയ്തോ? ഇല്ല. മോഹഭംഗ മനസ്സിലേ ഒട്ടും മിസ് ചെയ്തില്ല. ഇല്ല. എപ്പോഴും പോയി അടയിരുന്ന എങ്ങനെ ചെയ്യാനാ? അത് ശരിയാ. അപ്പൊ അവളോട് പറയൂ, ഇനി മുകളിൽ പോയിട്ട്, അതായത് വീടിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ടൈം കളയരുത്, ഇവളെടുത്ത് വന്നിട്ട് കളിക്കണം. അപ്പൊ അവള് കല്യാണം കഴിച്ച് പോയാൽ മിസ് ചെയ്യൂല. ഇവളെന്തായാലും കിട്ടുമോന്ന് തന്നെ എടുക്കാറുണ്ടാ. അവളുടെ മോന്തയിൽ നോക്ക്, കിട്ടൂല്ലോ അത്. ഇവൾ ഇംഗ്ലീഷ് ആയിരുന്നു കിട്ടും. ഇനി എന്നെ കുറിച്ചുള്ള അഭിപ്രായം പറ. നിന്നെ കുറിച്ച് പറഞ്ഞാൽ ടെക്കിനിലെ തമിഴത്തി ആണല്ലോ, അതിന്റെ അത്യാവശ്യ ചില ഒക്കെ നിനക്കുണ്ട് അപാകതകൾ. അതെ ഉണ്ട്. ചില സമയം എപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തടങ്ങാം, എന്തിനെ അവർക്ക് കണ്ടന്റ് ആക്കണം. ഇവൻ കാക്ക പറഞ്ഞാൽ കണ്ടന്റ് ആക്കണം. അതിന്റെ ഒരു പ്രാന്തുണ്ട്. പ്രാന്തല്ല, അയച്ചിട്ട് ഐശ്വര്യറായെന്ന് വിചാരം. അങ്ങനെയൊക്കെ അപ്പൊ നല്ലതൊന്നും പറയാനില്ല. നല്ലത് പൊള്ളി ഇച്ചിരി പൊള്ളണം.